സോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു GTA 5 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനാണ് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു GTA 5 വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇപ്പോൾ ആകെ പൈസയൊന്നും ഇല്ലാതെ ഇരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ്റെ ഫുള്ള് പൈസയാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ഞാൻ ഫ്രാങ്ക്ലിൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം. വെറും $328 മാത്രമാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ വിചാരിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങണമെന്ന്. അപ്പോൾ ഞാനും നമ്മുടെ ഷിൻജാനും കൂടിയിട്ട് ഇന്നൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ഇന്നൊരു കാർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ പുതിയ കാർ എടുക്കാനുള്ള പൈസയൊന്നും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു യൂസ്ഡ് കാറിൻ്റെ ഒരു ഡീലർഷിപ്പ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇവിടെ സ്ക്രാപ്പ് ഷോപ്പ് ഉണ്ട്, അതായത് പയതും പിടി ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ആ പയതും പിടിക്ക് പോയതിനു ശേഷം അപ്പോൾ നമുക്ക് ഏതായാലും ആ പയതും പിടിക്ക് പോയിട്ട് ഇവിടുന്ന് കുറച്ച് വണ്ടികൾ കിട്ടുമോ നോക്കാം. അവിടെ ഷിൻജാനത് വേഗം ആടാ, ഇപ്പം തന്നെ വണ്ടി ഇവിടെ ആൾക്കാർ വിറ്റ് പോകും. ഫുള്ള് സ്ക്രാപ്പ് വണ്ടികളാണ്. പക്ഷെ നമ്മൾ തപ്പി ഒരു നല്ല വണ്ടി ഇവിടുന്ന് കിട്ടുമോ നോക്കട്ടെ, കണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളാണിപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ഒരു വണ്ടി കണ്ടിക്കണ്. ഇത് കണ്ടാവും, പക്ഷേ ഇതിനൊന്നും എൻജിനും കൂടി ഇല്ല, അങ്ങ് കണ്ടോ. ഓക്കെ, ടയറിൻ്റെ അലോയ് പോലും ഇതിലില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഫുള്ള് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. പല വണ്ടികളും ഞാൻ അവിടെ നോക്കും. എന്നിട്ട് ഏറ്റവും അടിപൊളി വണ്ടി എടുത്തിട്ട് വേണം എനിക്കത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വേണ്ടില്ലേ, ബാലൻസ് ആകെ $300 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഇവിടെ ഉണ്ടോയെന്ന് നോക്കാതാ. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനാകെ സ്റ്റിയറിംഗ് വീല് മാത്രമുള്ളല്ലോ. ഇത് വെച്ച് റോഡിൽ തള്ളി കൊണ്ടോണ്ടി വരും വണ്ടി. അല്ല ഫ്രാങ്ക്ലാണ്, നിങ്ങൾക്ക് ഈ കാർ ബിസിനസ് തന്നെ തുടങ്ങണോ? നിങ്ങൾക്ക് വല്ല മീൻ ബിസിനസ് എന്തെങ്കിലും തുടങ്ങിയാൽ പോരെ? അതാവുമ്പോ നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ മീനും കഴിക്കാലോ. എന്താണ് ഷിൻജാനെ, മീൻ ബിസിനസ് തുടങ്ങിയാലോ? ഇതിനെ കുറിച്ച് വല്ലതും പറയാം. പിന്നെ ഫ്രാങ്ക്ലാണ്, വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടി എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടെ ആ സാധനല്ലേ റോട്ടിൽ കൂടെ പോണേ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നത് ഈ ഒരു പൊട്ടനെയാണ്. വല്ല മെക്കാനിക്കിനെയും കൊണ്ട് വന്നാൽ മതി. കണ്ടോ, ഈ നടക്കാനും കൂടി കഴിയാത്ത പൊട്ടനെയും കൊണ്ടിട്ടാണ് ഞാൻ വണ്ടി നോക്കാൻ വന്നേ. അല്ലാണ്ട് ഇവിടുത്തെ കാറൊക്കെ നിങ്ങൾ തരുമ്പോ കുറച്ച് ഡിസ്കൗണ്ടിൽ തരണം കേട്ടോ. ഡിസ്കൗണ്ട് ചോദിച്ചപ്പോഴാണ് അയാൾ എന്നെ കാട്ടിയത്. ഇയാള് കുറച്ച് സീനാണ് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളേതായാലും ഇന്നലെ നമ്മൾ വണ്ടി നോക്കാൻ പോയി. അപ്പോൾ അവിടെയാണ് ഈ കാര്യമായിട്ട് വണ്ടിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളേതായാലും ഇന്ന് നമ്മളൊരു പുതിയൊരു വണ്ടി കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ട് കണ്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. അതിൻ്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇയാളോട് കുറച്ച് സംസാരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഈ വണ്ടി എത്ര രൂപയ്ക്ക് വിൽക്കുക? ഈ വണ്ടി അതിന് അടിപൊളിയാണോ? എടാ മോനെ, വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ വണ്ടി. ഒരു ക്യൂട്ടിലൻ റേഞ്ച് റോവറാണ്. വണ്ടിക്കാണെങ്കിൽ ഒരു സ്ക്രാച്ചോ ഒന്നുപോലും ഇല്ല. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പെർഫെക്റ്റ് വണ്ടി. വേണമെങ്കിൽ എടുത്തോ. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാന്നോ വണ്ടിക്ക്? കണ്ടാ പറയട്ടെ, ഒരു സ്ക്രാച്ച് പോലും ഇല്ലാന്ന്. സ്ക്രാച്ച് അല്ല, അതിൽ എൻജിൻ പോലും ഇല്ലാന്നാ തോന്നുന്നത്. അത് പറഞ്ഞത് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാന്നാണ്. ഇയാൾ പറഞ്ഞ അറിയത്. കാരണം സ്ക്രാച്ച് ആകാനൊരു സ്ഥലം കൂടി ഇനി ബാക്കിയില്ല. കണ്ടോ, ഇത് റേഞ്ച് റോവറാണ്, ലക്ഷറി വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടാവോ? കുറച്ച് സ്റ്റാർട്ടാകാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. സ്റ്റാർട്ടായിക്കണേ. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് റേസ് ചെയ്ത് നോക്കാം. കുറച്ച് പുക കൂടുതലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഈ ഷിൻജാനാണെങ്കിൽ ഈ വണ്ടിൻ്റെ അത്ര മേലെ കയറാനും കഴിയില്ല. കാരണം അവനൊരു കുള്ളനാണല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇതെന്താ നീങ്ങാത്ത ഈ വണ്ടി? അയാളെ വണ്ടി എടുത്ത് പോകുമ്പോൾ നോക്കണ്ട അയാൾ. ഏതായാലും ഇത് കണ്ടോ, മുന്നത്തെ ടയർ തന്നെ എപ്പോഴും അനങ്ങണില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി വരണം. പിന്നെ ഇത് ഞാൻ വെറുതെ വാങ്ങണ വണ്ടിയല്ല. ഈ വണ്ടി എന്തായാലും എനിക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പുതിയതാക്കി എടുക്കണം. കണ്ടോ, ടയറൊക്കെ 8-10 നിൽക്കണം. അതിലാണ് നിൽക്കണത്. ഒന്ന് വലത്തേക്കും ഒന്ന് ഇടത്തേക്കുമാണ് ടയർ നിൽക്കണേ. ഷിൻജാനപ്പം ട്രെയിൻ അടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതൊക്കെ നമുക്ക് നന്നാക്കി എടുക്കണം. ഇതിനൊക്കെ അത്യാവശ്യം പൈസ ആകും. അപ്പോൾ ഏതായാലും നമുക്ക് അണ്ണനോട് തന്നെ ചോദിച്ചു നോക്കാം വണ്ടി അവിടെ പാർക്ക് ചെയ്യുക.
അപ്പോൾ അണ്ണനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അലോണ്ണ, നിങ്ങൾ ആ ഒരു പാട്ട വണ്ടിക്ക് നിങ്ങൾ എത്ര വില കൊടുക്കണം? വണ്ടിക്ക് സ്ക്രാച്ച് ഇല്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, വണ്ടി ഫുള്ള് സ്ക്രാച്ചാണ്. ഇനി സ്ക്രാച്ച് ആനായിട്ട് ഒരു സ്ഥലവും ബാക്കിയില്ല. കണ്ണു കാണാത്തവർ അങ്ങനെയൊക്കെ പറയും. വണ്ടിക്ക് സ്ക്രാച്ച് ഉണ്ടെന്നോ? വണ്ടിക്ക് എത്ര വില എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. വണ്ടി പിന്നെ ഒരു കിട്ടില്ല വണ്ടിയാണ്. ഞാൻ വില ഒന്ന് ആലോചിക്കട്ടെ. ഒരു ഏകദേശം ഒരു 12,000 രൂപ നീ തരേണ്ടി വരും കേട്ടോ മോനെ. എന്ത്? വണ്ടിക്ക് 12,000 രൂപ തന്നാൽ മതി. ഇയാളെന്താണ് ആ സ്ക്രാപ്പ് വണ്ടിക്ക് 12,000 രൂപ? ഇനി മര്യാദക്കില്ല വില പറ. എടാ മോനെ, ഒരു 5,000 രൂപ തന്നാ മതി. പിന്നെ ഒരു ചായയും കൂടി മേടിച്ചു തരാം കേട്ടോ. നമ്മക്കാണ് ഇപ്പൊ 5,000 രൂപക്ക് വണ്ടി കയറാന്നാ പറഞ്ഞത്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി വണ്ടി പോയി എടുക്കാം. അപ്പൊ ഈ ഒരു 5,000 രൂപയും കൂടി എന്റെ കയ്യിലില്ലേ? ഇനി ഈ 5,000 രൂപ വരെ നമ്മുടെ ആന്റിന്റെ കയ്യിൽ നിന്ന് ആന്റിയാണ് ഈ ഒരു $5,000 വരെ കൊടുത്തത് പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട്. പിന്നെ കണ്ടില്ലേ, ഈ വണ്ടിന്റെ മെയിൻ ഗ്ലാസ് അല്ലാതെ ഈ സൈഡ് ഗ്ലാസ് ഫുള്ള് പൊട്ടിക്കണ്. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഇതിൽ AC ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ. വണ്ടി ഏകദേശം 200 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകും. പക്ഷേ ഗ്ലാസ് ഇല്ല, ഫുള്ള് പ്രശ്നമാണ്. ഏതായാലും പക്ഷേ ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മര്യാദയ്ക്ക് ഓടണില്ല. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്കൊരു കിടിലം വണ്ടി ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇറക്കത്ത് കൂടെ ഷിൻജാനെ ഇപ്പോൾ കൊണ്ടുപോകണ്ട. ഷിൻജാനെ നമുക്ക് റോട്ടിൽ നിന്ന് കയറ്റാം. കാരണം ആ ഷിൻജാൻ്റെ കൂടി വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പാട്ട വണ്ടി നീങ്ങൂല. ഇതിൻ്റെ ടയർ തന്നെ ആകെ പൊയ്ക്കണുണ്ടോ, ടയർ അനങ്ങണില്ല. ഈ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോയാൽ വണ്ടി നീങ്ങും. ഏതായാലും നമുക്ക് പതുക്കെ കൊണ്ടുപോവുക. ബാക്ക് ടയർ വർക്കിംഗ് ആണ്. ഓക്കെ ബാക്ക് ടയർ വർക്കിംഗ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ വണ്ടി കയറിയത്. ഇതിൻ്റെ അടിയിൽ കൂടെ വണ്ടി മേലൊക്കെ കയറുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വണ്ടി മുകളിൽ കയറിയിട്ടില്ലെങ്കിൽ വണ്ടി ഇവിടെ തന്നെ ഇടേണ്ടി വരും. ഇങ്ങോട്ട് ഒരു വർക്ക്ഷോപ്പുകാരനെ ഇങ്ങോട്ട് വിളിക്കേണ്ടി വരും, അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മുടെ ഷിൻജാൻ അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ വണ്ടി ഇപ്പോൾ എത്ര സ്പീഡിലാണ് പോകണേ? വണ്ടി 15 കഴിഞ്ഞ് പോകണില്ല. അല്ല, വണ്ടിക്ക് എൻജിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഇതിൽ എൻജിൻ ഉണ്ടാവും ഞാൻ ഉറപ്പില്ല. കാരണം 5,000 ചെറിയ വിലക്കാണ് ഈ വണ്ടി കിട്ടിയത്. വണ്ടി ഞാൻ ഇടത്തേക്ക് ഇരിക്കുമ്പോൾ വലത്തേക്കാണ് ഇത് പോണത്. ഓക്കെ, അപ്പോൾ ഏതായാലും വണ്ടി തിരിച്ചിട്ട് ഈ വണ്ടി ഏതായാലും നല്ലൊരു ഡീലാണ്. ഈ വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷറി ലൈൻ വണ്ടിയാണ്. റേഞ്ച് റോവറാണ് ഈ വണ്ടി. കണ്ട ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പക്ഷേ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഏതായാലും അല്ല, ഞാൻ ഇപ്പോഴാണ് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ മെയിൻ ഗ്ലാസും പൊട്ടിക്കണ്. കണ്ടില്ലേ, മെയിൻ ഗ്ലാസ് അടക്കം ഇതിൻ്റെ വണ്ടീൻ്റെ പൊട്ടിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിടാം. ഇങ്ങോട്ട് നമുക്ക് ഒരു വർക്ക്ഷോപ്പുകാരൻ ഇങ്ങോട്ട് വിളിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. കണ്ടോ, ടയർ വരെ പൊട്ടിക്കുന്നുണ്ടോ? മുന്നത്തെ ടയർ പോയിക്കണ്. എന്നിട്ട് ഈ ഒരു അലോയ്മലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏതായാലും വണ്ടി ഈ ഒരു തണലത്തേക്ക് നമുക്ക് നിർത്തിയിടാം. ഈ തണലത്തേക്ക് നമുക്ക് നിർത്തിയിട്ടതിന് ശേഷം ഒരു വർക്ക്ഷോപ്പുകാരനെ നമുക്ക് വിളിച്ചു കൊണ്ടുവരാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്കാണ് ഇപ്പോൾ ഒരു പണിക്കാരന് കിട്ടിയിരിക്കണേ. പണിക്കാരനല്ല, പണി അറിയാമെന്നൊക്കെയാണ് ഈ കാക്ക പറഞ്ഞത്. പക്ഷെ ഇയാളെ കണ്ടിട്ട് അങ്ങനെ തോന്നണില്ല. ഇയാൾക്ക് ഈ റേഞ്ച് റോവർ നന്നാക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇയാൾക്ക് ആകെ ഓട്ടോറിക്ഷ നന്നാക്കിയിട്ടില്ല ശീലമുള്ളൂ. ഒന്ന് വേഗം വരിയാക്കാം. എടാ മോനെ, വണ്ടിയൊക്കെ നന്നാക്കി തരാൻ കേട്ടോ. പക്ഷെ എനിക്കൊരു ചെറിയ റിക്വയർമെന്റ് ഉണ്ട്. എനിക്കൊരു ചായ വാങ്ങി തരണം. കട്ടൻ ചായ മതി. ചായ വാങ്ങി തരുന്നു? കണ്ടാ, ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് റേഞ്ച് റോവർ. നിങ്ങൾ കണ്ടുകണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഏതായാലും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് നന്നാക്കണമെങ്കിൽ ഏകദേശം എത്ര? മോനെ, വണ്ടിയെല്ലാം ഞാൻ പെട്ടെന്ന് നന്നാക്കാം. ഒരു ഏകദേശം 3 ദിവസം എടുക്കും കേട്ടോ. പിന്നെ കട്ട ചായ വേഗം നന്നാക്കാം. ഓക്കെ, കുഴപ്പമില്ല. 3 ദിവസമാണെങ്കിലും കുഴപ്പമില്ല. അപ്പം 3 ദിവസം കൊണ്ട് ഈ ഒരു വണ്ടി കിടിലനാക്കി എടുക്കുന്നതാണ് ഇയാൾ പറയണേ. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ഏതായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കണം. 3 ദിവസം ഇവിടെ നിൽക്കുകയാണ്. പിന്നെ മുകളിലാണ് ഈ പാലായതുകൊണ്ട് തന്നെ വെയിലടിക്കില്ല. അപ്പോൾ ഇയാൾ ഇവിടെ തന്നെ ഇരുന്ന് പണിയെടുത്തോളും. വണ്ടിയിൽ വർക്ക് ചെയ്യാൻ പോണ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് സ്ക്രാച്ച് നമ്മൾ മാറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, ഈ സ്ക്രാച്ചും പിന്നെ ഈ ഒരു ബമ്പറും എല്ലാം നമ്മൾ മാറ്റും. എല്ലാം പുതിയത് സെറ്റപ്പ് ആക്കി നമ്മൾ എടുക്കും. കണ്ടില്ലേ? പിന്നെ ഈ വണ്ടിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയാൽ, ടയറിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമുക്ക് റെഡിയാക്കാൻ എടുക്കണം. ഇനി ഫുള്ള് ഗ്ലാസ് നമുക്ക് മാറ്റണ്ടോ? അപ്പോൾ കണ്ടോ, വണ്ടി നല്ല ടൈം എടുക്കുന്നുണ്ട് സ്റ്റാർട്ടാവാൻ. ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇയാളെ വിശ്വസിച്ചിട്ടാണെങ്കിൽ നമ്മളങ്ങോട്ട് പോവാണ്.
അപ്പം അണ്ണാ അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പം നിങ്ങളെല്ലാം സെറ്റാക്കി വെക്ക്. 3 days later. ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ അണ്ണനാണെങ്കിൽ വണ്ടി കിടിലനാക്കി പണിതിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് നമ്മളെ വണ്ടി. നേരത്തെ കണ്ട ഒരു ലുക്കും അല്ല, അണ്ണ ഫുള്ള് പണിയെടുത്ത് മാറ്റിക്കിട്ട്. കണ്ടോ, ഈ വേസങ്കൊക്കെ കാണാതിരല്ല അണ്ണ ചെയ്ത പരിപാടികൾ കണ്ടില്ലേ. ഫുള്ള് ഗ്ലാസും മെയിൻ ഗ്ലാസും ഫുള്ള് മാറ്റി. എഞ്ചിന് ഫുള്ള് പണി ഉണ്ടായിനോ? എഞ്ചിന് പണി ഉണ്ടായിനോ? ആടാ മോനെ, നിന്റെ ഒപ്പമുള്ള ഷിജാനല്ലേ, അതേപോലത്തെ റെയിലി ഉണ്ടായിന് എഞ്ചിന്റെ ഉള്ളില്. അതൊക്കെ ഞാൻ റെഡിയാക്കി. ആ എഞ്ചിന് ഫുള്ള് പണിയാണ്, അത് ഫുള്ള് റെഡിയാക്കി എടുത്തിക്കണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇത് കണ്ടില്ലേ, അണ്ണൻ്റെ കൈവ് ഞാൻ സമ്മതിച്ചിക്കണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഒരു വണ്ടി നമുക്കിനി സെയിലും കൂടി ചെയ്യണം. ഏതായാലും ഈ ഒരു വണ്ടി കണ്ടോ, എത്ര പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായത് കണ്ടില്ലേ. ഇൻറ്റീരിയർ കാണിച്ചു തരാണ്ടോ. ഇൻറ്റീരിയർ ഫുള്ള് അയാൾ ഗ്ലാസും എല്ലാം മാറ്റി നല്ല സെറ്റപ്പാക്കി. ഗ്ലാസ്സാണ് ഇവിടെ കൂളിങ്ങും ചെയ്തിക്കണ്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഡ്രൈവ് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ വണ്ടീൻ്റെ ഒരു പവറും. ഏതാ നേരത്തെ വണ്ടി നീങ്ങണം കൂടി ഇല്ല ഈ ഒരു സ്ഥലത്ത് കൂടെ പോയപ്പോൾ. അപ്പോൾ വണ്ടിൻ്റെ ത്രോട്ടിൽ കണ്ടില്ലേ, ഏതാ വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഈ ഒരു വണ്ടി വിൽക്കാൻ പോവാണ്. പക്ഷേ ഈ ഒരു വണ്ടിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് വിൽക്കാനും തോന്നുന്നില്ല. ഏതായാലും നമ്മളിത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾ സെല് ചെയ്യണം. ഇതവിടെ ഷിൻജാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഷിൻജാൻ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ അവിടെ ഷിൻജാനെ നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ഓനേതായാലും അവിടെ നിൽക്കട്ടെ. ഓന് ഈ വണ്ടി കയറാനുള്ള സൈസൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ഇതിൽ കൂടെയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഫുൾ സ്പീഡ് ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടി എത്രയും കയറുന്നുണ്ട് നോക്കാം. 100 കിലോമീറ്റർ കയറുണ്ടോക്കട്ടെ. ഓ, ഇവിടെ 100 കയറാനുള്ള സ്പേസ് ഇവിടെ അല്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ വെല്ലിപ്പാക്കാണ് ഈ പൈസ കൊടുത്തിക്കണ്. ഇയാൾ വെറും ഒരു ചായ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാനൊരു 1000 രൂപ ഇയാൾക്ക് കൊടുത്തിക്കണ് ഈ വണ്ടി നന്നാക്കിയതിന്. ശരിക്കും ഇയാൾക്ക് 1000 രൂപ ഒന്നും കൊടുത്താൽ പോരാ, കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലിട്ടിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു സ്പീഡ് ടെസ്റ്റ് ഈ ഒരു വണ്ടി വെച്ച് ചെയ്യാൻ പോവാണ്. 100 കിലോമീറ്റർ കയറി നോക്കട്ടെ. നേരത്തെ 20 ഇനി വണ്ടി പോയിന്, ഇപ്പം 100. സ്ക്രാച്ച് ആകാൻ പാടില്ല വണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ 100 കയറണ്ട. നമുക്ക് പതുക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കാം, അതേക്കാരം നല്ലത്. ഇത് സെയിൽ ചെയ്യാനുള്ള വണ്ടിയാണ്. ഒരു സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അത്രയും വില ഇതിന് കുറയും. ഇതൊന്ന് നല്ല ലക്ഷറി വണ്ടിയാണ്. സ്ക്രാച്ചായി അതൊന്നും കുഴപ്പമില്ല, അത് ആൾക്കാർ വാങ്ങിക്കോളും. എന്തായാലും അതിലിപ്പോൾ കുറച്ച് വില കുറഞ്ഞേക്കും. സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ തന്നെ നല്ല വില കുറയും. ഫൈനലി ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ വീട് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും കാലം ഫ്രാങ്ക്ലിൻ്റെ വീട് ഇതല്ല. ഇനി കണ്ടില്ലേ, ഫ്രാങ്ക്ലിന് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആൻറ്റിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ജീവിക്കണേ. ആൻറ്റി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവേണ്ടിയാണ്. ആൻറ്റിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇതാ കണ്ടില്ലേ, നമ്മുടെ ആൻറ്റി ഇവിടെ ഫുള്ള് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ആൻറ്റി. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടീന് സെയിൽ ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഇത് സെയിൽ ചെയ്യണം. അപ്പം അതിനേതായാലും വണ്ടി ഒന്ന് തിരിച്ചിടാം. നമ്മളാണിപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ടൈം രാത്രിയാണ്. ഈ ചേച്ചി എന്താ ചെറിയൊരു സ്ക്രാച്ച്, അത് ചെറുതായിട്ടൊരു പോസ്റ്റിൽ തട്ടിയതാണ്. ഏതായാലും നമ്മൾ ഇപ്പോൾ OLX-ൽ ഇത് സെയിലിനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇടാൻ പോവാണ്. ഇൻ്റർനെറ്റിൽ തന്നെ നമുക്ക് ഇടാം. ഓക്കെ, കാർ ഫോർ സെയിൽ ഫ്രാങ്ക്ലിൻ നിന്ന് അടിച്ചിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിക്കണേ. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ട് OLX-ൽ ഓർഡർ എന്തെങ്കിലും കിട്ടിക്കണമെന്ന് വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. OLX-ൽ ഓർഡർ കയറിയെന്ന് കരുതിയിട്ട് കണ്ടില്ലേ. ഫ്രാങ്ക്ലിൻ ആകെ ചടച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഇത്രയും നേരമായിട്ട് ആ ഒരു ഓർഡറൊന്നും വിളിച്ചിട്ടില്ല. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. മറ്റേ ഭാഗം ഫ്രാങ്ക്ലിൻ എങ്ങനെയും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കണത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിക്കാണ് ഇപ്പോൾ ഓർഡർ അടിച്ചിക്കണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ കണ്ടില്ലേ, നല്ലോണം എക്സൈറ്റഡ് ആയിക്കണ്. എന്തൊക്കെയോ അങ്ങോട്ടും ചെയ്യണുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ അണ്ണനാണെങ്കിൽ ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ഫസ്റ്റത്തെ ദിവസം രാത്രി ആയപ്പോൾ തന്നെ നമുക്ക് വണ്ടി സെയിൽ കിട്ടി. അതൊരു നല്ലൊരു കാര്യമാണ്, കാരണം ആ ഒരു വണ്ടി ഫസ്റ്റത്തെ ദിവസം തന്നെ നമുക്ക് സെയിൽ കിട്ടലില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ സെയിൽ ചെയ്യും. നമ്മൾ വില പറയാൻ പോകുന്നത് നല്ലൊരു വില നമുക്കിതൊന്ന് പറയാൻ വേണ്ടി നോക്കാം. കാരണം ഈ ഒരു ഫസ്റ്റ് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മളിത് സ്ക്രാപ്പ് നിറക്കിയ വണ്ടിയാണ്. ഏതായാലും ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയിട്ട് ഈ ഒരു വീട്ടിൽ നിന്നൊക്കെ എനിക്ക് മാറണം. എൻ്റെ പണ്ടത്തെ ഒരു വില്ല എനിക്ക് തിരിച്ചെടുക്കണം. അതിപ്പോൾ പൈസ കൊടുത്താൽ തിരിച്ച് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു കാറ് വിൽക്കാനായിട്ട് നമുക്ക് അയാളിപ്പോൾ വരാണ് പറഞ്ഞത്. ആ ഒരു കാറ് വാങ്ങണ ആളിപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമുക്ക് അയാൾ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. OLX കണ്ട പയ്യന്റെ വീട് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ഒരു റേഞ്ച് റോവർ. ഇവിടെ അടുത്ത് ഇത് തന്നെയാണ് തോന്നുന്നത്, റേഞ്ച് റോവർ. ഏതായാലും വണ്ടി ഞാനിവിടെ നിർത്തട്ടെ. ഇത് നല്ല വണ്ടിയാണോന്ന് പോലും അറിയത്തില്ല. ഏതായാലും നോക്കട്ടെ. കണ്ടിട്ട് ഇവനായിട്ട് നല്ല ആളാണെന്നൊക്കെ തോന്നുന്നത്. അയ്യോ, വണ്ടിയുടെ മുന്നിൽ സ്ക്രാച്ച് ഉണ്ടല്ലോ. അത് നമുക്ക് പോളിഷ് ചെയ്യാം. നമ്മുടെ അണ്ണനോട് പറഞ്ഞ് പോളിഷ് ചെയ്യിപ്പിക്കാം. ഏതായാലും വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. വണ്ടിയുടെ എഞ്ചിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനു മുമ്പായിട്ട് വണ്ടി ഒന്ന് ഫുള്ളൊന്ന് കാണട്ടെ. ബാക്ക് ഭാഗമൊക്കെ അടിപൊളിയാണ്, സൈഡും അടിപൊളിയാണെന്ന് തോന്നുന്നു. ഓക്കേ, ഏതായാലും നമുക്ക് വണ്ടി ഇതൊന്ന് വാങ്ങാൻ കേട്ടോ. ഇത് നമ്മൾ 1 കോടി പറഞ്ഞാൽ നമ്മളിത് വാങ്ങും. കാരണം ഇത് നല്ലൊരു വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലക്ഷറി വണ്ടിയാണിത്. റേഞ്ച് റോഡല്ലേ, ഓൾഡ് വിൻറ്റേജ് സാധനമാണ്. ലക്ഷറി വണ്ടി. ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ. ഇന്റീരിയറൊക്കെ അടിപൊളിയാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. ലൈറ്റിനും അത്യാവശ്യം പവറുണ്ട്. ഏതായാലും ഈ ഒരു വണ്ടി തന്നെ ഞാൻ വാങ്ങിക്കാൻ ഉറപ്പിക്കട്ടെ. വണ്ടി അടിപൊളി, നല്ല ലൈറ്റും എല്ലാം കിടലൻ. ഏതായാലും ഇയാളോട് ചോദിച്ചു നോക്കട്ടെ അതിന്റെ വില എത്രയാണെന്ന്. 1 കോടിയാണെങ്കിൽ നമുക്ക് വാങ്ങാം. ആളോടാ എത്രയാണ് ഈ ഒരു വണ്ടിയുടെ വില നിങ്ങൾ പറഞ്ഞത്? നമ്മുടെ വണ്ടിൻ്റെ ഡീലറാണ് ഇപ്പോൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിക്കണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇയാളോട് നമുക്ക് പൈസ പറയാം. അണ്ണാ, വണ്ടിയൊക്കെ ഞാൻ തരാം, പക്ഷേ ഞങ്ങൾ 90 ലക്ഷം റുപ്യ തരണം. കണ്ടില്ലേ, ഇത് റേഞ്ച് റോവറിൻ്റെ ഒരു ലക്ഷറി വണ്ടിയാണ്. 90 ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇപ്പാണ് കൊണ്ടുപോകാം. എന്താണോ 90 ലക്ഷോ? അതൊന്നും കുഴപ്പമില്ല, വെറും 90 ലക്ഷം അല്ലേ? നോ ഇഷ്യൂ. ഓക്കേടാ ഫ്രാങ്ക്ലിൻ, അപ്പൊ പൈസ ഞാൻ ഗൂഗിൾ പേ അയച്ചേക്കാം. ഏതായാലും വണ്ടിയും കൊണ്ട് ഞാൻ പോട്ടെ. ഒരു കിടിലം വണ്ടി. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് ഡീൽ. അപ്പൊ ഏതായാലും ഞാൻ ഈ വണ്ടി എന്നെടുത്ത് പോകാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടിൻ്റെ ഫുൾ ഡീലിങ്സ് ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ പൊട്ടനാണ് തോന്നുന്നുണ്ട്, കാരണം 90 ലക്ഷം വെറുതെ പറഞ്ഞാണ്. ഇതുവരെ 2-3 ലക്ഷത്തിന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. വെറും 90 ലക്ഷം പറഞ്ഞപ്പോൾ ഇയാളത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളേതായാലും ഒരു വണ്ടി സെയിൽ ചെയ്യാൻ പോവാണ്. ഓക്കേടാ ഫ്രാങ്ക്ലിൻ, അപ്പൊ ഡീൽ ഏതായാലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ എൻ്റെ റേഞ്ച് റോവർ എടുത്ത് പോട്ടെ. 90 ലക്ഷം ഞാൻ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട്. ഓക്കേടാ, ഒരു കിടിലൻ കംഫർട്ടുള്ള വണ്ടിയാണ്. ഇതെൻ്റെ ഡ്രീം കാർ തന്നെ ആയിരുന്നു. അപ്പൊ ഏതായാലും താങ്ക് യു ബ്രോ. അപ്പൊ ഞാൻ ഏതായാലും ഒരു വണ്ടി കൊണ്ട് പോട്ടെ. ബൈ ബൈ. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ 90 ലക്ഷം രൂപക്ക് വിറ്റിട്ടുണ്ട് നമ്മൾ. അയാൾ പൊട്ടനാണ് തോന്നുന്നുണ്ട്, കാരണം 90 ലക്ഷം രൂപക്കാണ് ആ വണ്ടി വിറ്റ്. പക്ഷേ വണ്ടിക്ക് പുതിയതിന് 1.1 കോടി ഉണ്ട്. പക്ഷെ എന്നാലും 90 ലക്ഷം രൂപ ഒന്നും കൊടുത്തിട്ട് ആരും അത് വാങ്ങൂല. അയാളൊരു ബിസിനസ് മാനാണ്. അപ്പോൾ ഏതായാലും ആ ഒരു വണ്ടി ഫസ്റ്റ് ദിവസം നമ്മൾ വിറ്റിക്കണ്. അപ്പോൾ ഏതായാലും നമുക്കതിൽ നിന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ്. ആംഗ്ലിങ് കണ്ടില്ലേ, നല്ല ഹാപ്പി ആയിട്ട് ആ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ടോന്. അപ്പോൾ നമ്മുടെ ഷിൻജാൻ ഇപ്പോൾ നല്ല രീതിയിൽ ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഈസി ആയിട്ട് നമ്മൾ വിറ്റിക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ എത്തും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു വീടൊക്കെ നമ്മുടെ ആൻറ്റിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. ഏതായാലും ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.